ഒരു സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിനെ വിലയിരുത്താൻ എത്ര കാലം കൊടുക്കണം? ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം? എനിക്ക് തോന്നുന്നത് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും കൊടുക്കണം. പക്ഷേ മാധ്യമങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. മാധ്യമങ്ങൾ എപ്പോഴും പ്രതിപക്ഷത്താണ്. അപ്പോൾ പ്രതിപക്ഷത്ത് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കൂടെ, അപ്പോൾ ഭരണപക്ഷത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കും. ആ വിമർശനം പലപ്പോഴും വളരെ സാങ്കത്യമുള്ളതും വളരെ ഗൗരവമുള്ളതും ഒക്കെ ആയിരിക്കും. അത് ജനങ്ങൾ വിലയിരുത്തും. പക്ഷെ ഒരു ഭരണം മാറി പുതിയൊരു ഭരണം വരുന്നതോടെ വളരെ പെട്ടെന്നാണ് മാധ്യമങ്ങൾ വീണ്ടും പ്രതിപക്ഷത്തേക്ക് പോകുന്നത്. അവര് ഈ ഭരണപക്ഷത്തെ എതിർക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ എതിർക്കുമ്പോൾ, എതിർപക്ഷത്ത് നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലുള്ള നേതാക്കളെയൊക്കെ വളരെയധികം മുക്തകണ്ഠമായി പ്രശംസിക്കും. അവരുടെ പ്രസ്താവനകളെ ശ്ലാഘിക്കും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അവർ പക്ഷെ ഭരണപക്ഷത്ത് വന്നു കഴിയുമ്പോൾ ഈ മാധ്യമങ്ങൾ വളരെ പെട്ടെന്ന് വിഡ്രോ ചെയ്യുന്ന കാര്യം കാണാം. അതിന്റെ പ്രധാന കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ച് വിമർശനം കൊണ്ടേ അവർക്ക് നിലനിൽക്കാനും വളരാനും കഴിയും. വിമർശനമാണ് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം. പ്രശംസ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം ആ കൂടി 2 ആഴ്ച എത്തുന്നതേ ഉള്ളൂ. അദ്ദേഹം ശരിക്ക് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. പക്ഷേ നമ്മളെ കണ്ടാൽ നമുക്ക് തമാശ തോന്നും. വളരെ പെട്ടെന്ന് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ, വി ഡി സതീശനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനത്തെയും ഓരോ നീക്കത്തെയും വിമർശനാത്മകമായിട്ട് കാണാൻ തുടങ്ങി. പക്ഷെ വി ഡി സതീശന്റെ ഗുണമുണ്ട്. അദ്ദേഹം ഇതൊന്നും കണ്ട് പയക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ഒരു ഭരണാധികാരിയുടെ മികവ് അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള മിടുക്ക് മാത്രമല്ല, ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനുള്ള കഴിവ് മാത്രമല്ല, പറഞ്ഞു നിൽക്കാനുള്ള, അല്ലെങ്കിൽ മാധ്യമങ്ങളോടും പ്രതിപക്ഷത്തോടും യുക്തിസഹമായിട്ട്, വെറുതെ പറയുകയല്ല, യുക്തിസഹമായിട്ട് പറഞ്ഞു നിൽക്കാനുള്ള കഴിവൂടുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല ഭരണാധികാരി ആവുകയുള്ളൂ. അതിനുള്ള യോഗ്യത, അതിനുള്ള കഴിവ് വി ഡി സതീശനുണ്ട് എന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അഭിപ്രായപ്പെട്ടിരുന്നു. അത് ശരിവെക്കുന്നതാണ് വി ഡി സതീശന്റെ അടുത്ത കാലത്തുള്ള പല നടപടികളും. ഞാൻ 2-3 ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ വിവാദമുണ്ടാക്കിയ ഒരു സംഗതി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന റെയ്ഡാണ്. ആ റെയ്ഡിനെ തുടർന്ന് അന്ന് ഡൽഹിയിലുണ്ടായിരുന്ന വി ഡി സതീശൻ 2 ദിവസം പ്രതികരിച്ചില്ല, മൗനം അവലംബിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു വിമർശനം. അദ്ദേഹം ശരിയാണ്, അദ്ദേഹം ചോദ്യത്തിനൊക്കെ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞ അദ്ദേഹം 1-2 ദിവസത്തേക്ക് മൈക്കുമായി ചെന്ന മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുക ചെയ്തു. പക്ഷെ അദ്ദേഹം മൗനി ബാബിയായി, അദ്ദേഹത്തിന് പറയാൻ മറുപടിയില്ല, അദ്ദേഹം പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒത്തുകളിയാണ്, ഇങ്ങനെയൊക്കെയുള്ള പല വിമർശനവും വന്നു. പക്ഷെ അദ്ദേഹം തിരിച്ച് കേരളത്തിൽ വന്നു കഴിഞ്ഞൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം വളരെ രസകരമായ പത്രസമ്മേളനമായിരുന്നു. അദ്ദേഹം ഈ മൗനത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ: ഞാൻ എപ്പോൾ മറുപടി പറയണമെന്നുള്ള ആ ഒരു സമയമെങ്കിലും തീരുമാനിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കും. അതൊരു ന്യായമായ ആവശ്യമല്ലേ? ഒരു മറുപടി ഒരിക്കലും കൊടുക്കാത്ത ഒരു ഭരണാധികാരി മാറിയ സ്ഥാനത്ത് പുതിയൊരു ഭരണാധികാരി വന്നപ്പോൾ ഞങ്ങൾ മൈക്ക് നീട്ടുന്നിടത്തൊക്കെ നിങ്ങൾ മറുപടി പറയണം എന്ന് മാധ്യമങ്ങൾ ക്ഷണിക്കുന്നത് ശരിയാണോ അദ്ദേഹം ചോദിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ചോദിച്ച വേറെ കാര്യം, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ ഒത്തുകളിച്ചാണ് ഈ റെയ്ഡ് നടത്തിയെന്നുള്ളത്. അത് വളരെ തമാശയായിട്ട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. ഞാനിവിടെ ചെല്ലുന്നു, ഉടനെ പ്രധാനമന്ത്രി പറയുന്നു നമ്മുടെ സതീശനോട് വന്നിട്ടുണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്, അദ്ദേഹം പറയുന്നത് അവിടെ ഉടനെ റെയ്ഡ് നടത്തണം, പിണറായി വിജയന്റെ വീട്ടിലും 12 സ്ഥലത്തും ഉടനെ റെയ്ഡ് നടത്തി, ഉടനെ പിള്ളേരെ അയച്ച് റെയ്ഡ് നടത്തി എന്ന മട്ടിലൊക്കെ നിങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചാൽ ആളുകൾ ചിരിക്കത്തില്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരൊറ്റ വാക്കിൽ, ഒറ്റ വാചകത്തിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കുന്നില്ലേ, ഗുരുവായൂര് അദ്ദേഹം എന്തോ വലിയ കുഴപ്പം കാണിച്ചു എന്നുള്ള മട്ടിലാണ് 2 ദിവസം മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നത്. അദ്ദേഹം ആചാരലംഘനം നടത്തി, അദ്ദേഹം അവിടെ വന്ന് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അദ്ദേഹം പറഞ്ഞു, ഞാനും എൻ്റെ കൂടെ 2 പേരും ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്താണ്, ഒരു ആചാരലംഘനവും ഒരു അവിഹിതമായിട്ടുള്ള ഒരു കാര്യമൊക്കെ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതവിടെ ഒന്നും വേണ്ട. ഇന്നലെ നിയമസഭയിൽ അത് നടത്തിയ ഒരു മറുപടി മുൻ ധനകാര്യമന്ത്രി ബാലഗോപാൽ പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെന്റ് നിങ്ങൾ ഒത്തിരി വിമർശിച്ചു, ഈ ഗവൺമെന്റ് വന്നിട്ട് ഇപ്പോൾ കേന്ദ്രം 4 തവണ പെട്രോളിന് ഡീസലിന് വില വർദ്ധിപ്പിച്ചു, ഒരു പൈസയെങ്കിലും കുറയ്ക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, UDF സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോൾ ഉമ്മൻചാണ്ടി
ആ സമയത്ത് 4 തവണ വർധനകൾ നടത്തിയപ്പോൾ ആ 4 വർധനയിലും ടാക്സ് വേണ്ടെന്ന് വെച്ച് ജനങ്ങളുടെ ഭാരം കുറച്ചു. അതിനുശേഷം നിങ്ങൾ അധികാരത്തിൽ വന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ വീണ്ടും ഈ പെട്രോളിനും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു. ഒരൊറ്റ തവണ പോലും അത് കുറയ്ക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞ മറുപടി അദ്ദേഹം കൂട്ടിയിരുന്നു. ആ മറുപടി ഞാനും ഓർക്കുന്നുണ്ട്. അന്ന് ന്യൂസിൽ പറഞ്ഞ വാചകം, ഞങ്ങൾ ഈ നികുതി കുറയ്ക്കാനും വേണ്ടി ഞങ്ങൾ വലിയ മണ്ടന്മാരൊന്നും അല്ലാതെ. അതുകൊണ്ട് അവിടെയും തീർന്നില്ലേ, ഈ മണ്ടത്തരം ഞാൻ ചെയ്യണമെന്നാണോ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ബാലഗോപാൽ എന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. നാം അടഞ്ഞു. ഇതാണ് വി ഡി സതീശന്റെ സ്റ്റൈല്. ഈ സ്റ്റൈല് കൊണ്ട് അദ്ദേഹത്തിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വാസ്തവത്തിൽ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയുടെ ആവശ്യമില്ല. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു PR-ന്റെ ആവശ്യമില്ല. ഞാനതൊരു വലിയ പ്രശംസയായിട്ടൊന്നും പറയുന്നതല്ല, എന്റെ സത്യസന്ധമായ അഭിപ്രായം പറയുകയാണ്. വി ഡി സതീശന് മറുപടി പറയാൻ, കുറിക്കുകൊള്ളുന്ന വിധം പറയാൻ, അതിലേറെ ആവർത്തിക്കട്ടെ, യുക്തിസഹമായിട്ട് പറയാൻ വി ഡി സതീശൻ അറിയുന്നത് പോലെ ആർക്കും അറിയില്ല. അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു ജന്മസിദ്ധമായിട്ട് കഴിവായിട്ട് ഞാൻ കാണുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇതൊക്കെ മറുപടി പറയാനുള്ള കഴിവൊക്കെ ഒരു ഘട്ടം വരെ നിൽക്കുകയുള്ളൂ. അദ്ദേഹം ഇപ്പോൾ നൽകുന്ന വാഗ്ദാനങ്ങൾ, അദ്ദേഹം ഇപ്പോൾ നൽകുന്ന ഉറപ്പുകൾ, അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന വാക്ക്, ഇതൊക്കെ അദ്ദേഹത്തിന് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനം അദ്ദേഹത്തെ വിലയിരുത്തും. 1 വർഷം അല്ലെ 2 വർഷം സമയം കൊടുക്കും. ആ 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പോൾ ജനം അദ്ദേഹത്തെ വിലയിരുത്തും. അല്ലാതെ ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ പറയുന്ന വിമർശനങ്ങളോ, ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ പറയുന്ന കുറ്റപ്പെടുത്തലുകളോ, ഇപ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്ന വി ഡി സതീശന്റെ ഗ്യാരണ്ടി എവിടെ, വാക്കുപാലിക്കരുത് ഇതൊന്നും പറഞ്ഞിട്ട് ജനത്തിന്റെ അഭിപ്രായ രൂപീകരണം ഉണ്ടാവില്ല. അതൊക്കെ ജനം കേൾക്കും, ആസ്വദിക്കും. കാരണം ജനത്തിനും എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണമല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എന്തെല്ലാം പറഞ്ഞാലും അത് ലൈക്ക് അടിക്കാനും അതിന് വ്യൂവർഷിപ്പ് കൂട്ടാനും ഒക്കെ ജനം ഉണ്ടാവും. പക്ഷെ അതൊന്നും അഭിപ്രായ രൂപീകരണമായിട്ട് മാറത്തില്ല. പക്ഷേ വി ഡി സതീശൻ നൽകുന്ന വാക്കുകൾ അദ്ദേഹത്തിന് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, UDF സർക്കാർ നൽകുന്ന വാക്കുകൾ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനം വിലയിരുത്തും. അതിന് ജനം തിരിച്ചടിക്കും.